ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി വൃദ്ധസദനത്തിൽ ഭയങ്കര പ്രശ്നക്കാരിയായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ബെല്ലടിക്കും, അന്നേരം വന്ന് കഴിച്ചോളണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നളിനിയാണെങ്കിൽ പറയുന്നു. പിന്നെ ശോശാമ്മ ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറയുക. അപ്പോൾ അതൊക്കെ ഞാൻ സമയം കിട്ടുന്നത് പോലെ പറഞ്ഞു കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് ഈ ചേച്ചി നളിനിയോട് പറയുകയും ചെയ്തു. അപ്പോഴാണ് അവിടുത്തെ വാർഡൻ ചേച്ചി വരുന്നത്. മോൻ്റെ കോള് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറൊരു ചേച്ചിയോട് പറഞ്ഞു. അയ്യോ, എനിക്ക് കോള് വന്നോ എന്ന് ചോദിച്ചിട്ട് ആ അമ്മ അങ്ങോട്ടേക്ക് ഓടുക. ആ അമ്മ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വാർഡൻ ചേച്ചി വന്നിട്ട് നളിനിയോട് ചോദിച്ചു, എന്താ നളിനി, ഇവർക്ക് ചായയും പലഹാരമൊന്നും വേണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടുത്തെ ചായയൊക്കെ സുമംഗലാമ്മയ്ക്ക് രുചിക്കുമോ? വീട്ടിലായിരുന്നപ്പോൾ ഉണ്ണാനും കുടിക്കാനും ഒക്കെ പ്രത്യേകിച്ച് പ്ലേറ്റും കപ്പും ഒക്കെ ഉണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിലിങ്ങനെ പറയുന്നു. അപ്പോൾ അതിൻ്റെ സുഖമൊക്കെ കൂടിപ്പോയതുകൊണ്ടല്ലേ ഇവിടം വരെ എത്തിയതെന്നൊക്കെ ആ വാർഡൻ ചേച്ചി അന്നേരം പറഞ്ഞു. നിങ്ങളെ പറ്റിയൊക്കെ നളിനി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ ആ ചേച്ചി പറയണു. ഈ വേഷമൊക്കെ അഴിച്ച് പെട്ടിയിൽ വെക്കാറായില്ലേന്ന് ചോദിച്ചു. പുള്ളിക്കാരി ഒന്നും മിണ്ടുന്നില്ല. പട്ടുസാരിയും ചുറ്റി ചായവും തേച്ച് ഇവിടെ കഴിയാൻ പറ്റത്തില്ല എന്നും ആ വാർഡൻ ചേച്ചി മുത്തശ്ശിയോട് പറയുവാണ്. ഇവിടെയുള്ളവരൊക്കെ നല്ല ഡ്രസ്സുകളാണ് ധരിക്കുന്നത്, അതേ നിങ്ങൾക്കും പറ്റൂ. അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. ആ മാന്യതയ്ക്ക് അപ്പുറം മറ്റൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനൊരു കോലം കെട്ടിൻ്റെ ആവശ്യമില്ല. ഇവിടെ ആർക്കും പ്രത്യേക പരിഗണനകളും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയണു. അപ്പോഴേക്കും കൂടെയുള്ള ചേച്ചിമാരൊക്കെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുക. അപ്പോൾ ഇവരുടെ ആഭരണങ്ങളൊന്നും അവർ അഴിച്ചെടുത്തുകൊണ്ട് പോയില്ലേ? അപ്പോൾ അവരതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല മേഡം എന്ന് നളിനി പറഞ്ഞു. അപ്പോൾ ഇവരുടെ മുഴുവൻ ഓർണമെൻറ്റ്സും അഴിച്ചു വാങ്ങി അവരെ തിരിച്ചേൽപ്പിക്കണമെന്ന് ഈ വാർഡൻ ചേച്ചി പറഞ്ഞു. നമുക്കത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല എന്നും പറഞ്ഞു. ഇവിടെ ഇത് അണിഞ്ഞ് നടക്കാനും പാടില്ല എന്നും പറഞ്ഞു. അപ്പം ഞാൻ അപർണ കൊച്ചിനെ വിളിച്ച് പറഞ്ഞോളാമെന്ന് നളിനി പറയുമ്പം സ്വർണ്ണത്തിൽ തൊടാൻ നീ ഇങ്ങോട്ട് വാ, തൊട്ട കഴിഞ്ഞോ കിട്ടുമെന്നും പറഞ്ഞായി മുത്തശ്ശി. നീയൊക്കെ എന്താടി കരുതിയത്? ഉള്ള കാലം മുഴുവനും നിന്റെ കാട്ടുതുപ്പും കേട്ട് സുമംഗല ഈ വൃദ്ധസദനത്തിൽ കഴിയുമെന്നാണോടി? അവളുടെ ഒരു ചായ എന്നും പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം തള്ള തട്ടി അങ്ങ് തീർപ്പിച്ചു. ആ ഭക്ഷണം തള്ള തട്ടി തീർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഭയങ്കര ദേഷ്യം വന്നു. എന്നും പറഞ്ഞുകൊണ്ടൊരു പോക്കും അങ്ങ് പോയി. അപ്പോൾ അവരുടെ കൂടെയാണ് എൻ്റെ ശോശാമ്മ ചേച്ചി നിങ്ങൾ താമസിക്കേണ്ടത്. നിങ്ങൾക്ക് പേടിയുണ്ടോ എന്ന് ഈ വാർഡൻ ചേച്ചി വന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പേടിയില്ല. ഈ ദേഷ്യമൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അവരെയൊന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പം നളിനി പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ നളിനി. ആ വീട്ടുകാരെങ്ങനെ ഈ സ്ത്രീയെ സഹിച്ചു? അപ്പം അതൊക്കെ പറഞ്ഞാലേ തീരുന്ന കാര്യങ്ങളൊന്നുമല്ല മേഡം. പലരെയും കണ്ണുനീര് കുടിപ്പിച്ച സ്ത്രീയാണെന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന സ്നേഹവും പരിഗണനയൊന്നും അവരുടെ കാര്യത്തിൽ വേണ്ട. ഇനി ഒരിക്കൽ കൂടി അവരെൻ്റെ മുന്നിൽ വെച്ച് ഇതുപോലെ അവരൊന്ന് ചെയ്തു നോക്കട്ടെ. അന്നമ്മ ആരാണെന്ന് ഞാൻ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമെന്നും ആ വാർഡൻ ചേച്ചി നളിനിയോട് പറയുക. എൻ്റെ ആ പഴയ സ്വഭാവം ഞാനങ്ങ് പുറത്തെടുക്കും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്തായാലും അവരെ മര്യാദ പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ തറവാട്ടിൽ അച്ഛനും മോളും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുക. അളകാപുരിയിൽ അപർണയും തമ്പിയും കൂടി. എന്നാലും അച്ഛൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ നീക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും കൃത്യസമയത്ത് അച്ഛൻ കാര്യങ്ങൾ ചെയ്തല്ലോ, അതുകൊണ്ടാണ് കിട്ടിയ സമയം നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞു. ആ ഓൾഡ് ഏജ് ഹോമിൻ്റെ നടത്തിപ്പുകാരി അന്നമ്മയ്ക്ക് ഞാൻ ചില സഹായങ്ങളൊക്കെ മുന്നേ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ഇവിടുത്തെ ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ തള്ള സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല സംഭവിച്ചത്. അളകാപുരി ഭരിക്കാനിരുന്ന അമ്മ മഹാറാണി വൃദ്ധസദനത്തിൽ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഇരുന്ന് ഭയങ്കര ചിരി. ഈ ചിരിയും കേട്ടുകൊണ്ടാണ് പ്രഭാവതി അങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെ ചിരിക്കാതിരിക്കുമെന്നും പറഞ്ഞ് രണ്ടും കൂടെ ഇരുന്ന് പൊട്ടി ചിരിക്കുമ്പോൾ തമ്പിച്ചേട്ടനും കൂടെ അറിഞ്ഞിട്ടായിരുന്നല്ലേ അപർണ ഇതൊക്കെ ചെയ്തോന്ന് ചോദിച്ചു. പ്രഭയ്ക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് അവിടെ വെച്ചത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് തമ്പി ചോദിച്ചു. അപ്പോൾ എന്താ നാവിറങ്ങിപ്പോയായിരുന്നോ? പ്രഭാവതിക്ക് അന്നേരം ഉത്തരവില്ല. മിണ്ടാതെ നിൽക്കുമോ പ്രഭാവതി. ആ സമയത്ത് അപർണേ, നീ ഈ വീട്ടിലെ മരുമകൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നും എൻ്റെ മക്കളോട് നീ എന്ത് സമാധാനം പറയും എന്ന് ചോദിച്ചു. അന്നേരം അതോർത്തമ്മ വിഷമിക്കേണ്ട, അമ്മയുടെ ഒരു മക്കളും ഞാൻ ചെയ്തത് തെറ്റായെന്ന് പറയില്ല എന്ന് അപർണ പ്രഭാവതിയോട് പറയുക. അത്രമാത്രം അവർ ഈ വീട്ടിലുള്ളവർക്ക് സ്വൈരക്കേട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും പറഞ്ഞു. മുത്തശ്ശി എന്നുള്ള നിലയിൽ സ്നേഹത്തോടെ ഓർക്കാൻ അവരെന്തെങ്കിലും ഇവിടുത്തെ കൊച്ചുമക്കൾക്ക് സമ്മാനിച്ചു കൊടുത്തിട്ടുണ്ടോ? അവരെപ്പറ്റി നല്ലൊരു വാക്ക് അമ്മയ്ക്ക് പറയാനുണ്ടോ? ഇതൊക്കെ കേട്ടിട്ടും പ്രഭാവതിക്ക് മിണ്ടാട്ടമില്ല. മകൻ മരിച്ചിട്ടും അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മകൻ്റെ ജീവനറ്റ ശരീരം ഹോളിൽ കിടക്കുമ്പോഴും കുറ്റം പറയാനായിരുന്നില്ലേ അവർ സമയം കണ്ടെത്തിയത്? എൻ്റെ മോൻ പോയി എന്നല്ല, ഇനി എൻ്റെ ജീവിതം എന്താകുമെന്നുള്ളൊരു ആവലാതി ആയിരുന്നില്ലേ അവർക്കെന്നൊക്കെ അപർണ പ്രഭാവതിയോട് ചോദിക്കുക. പ്രഭാവതി ഒന്നും മിണ്ടാതെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുവാണ് അവിടെ. ആ സമയം തമ്പി ഇങ്ങനെ പറയടി മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. ചിത കെട്ടടങ്ങും മുൻപ് വീട് എഴുതി വാങ്ങാൻ പറഞ്ഞൊരമ്മ വേറെ എവിടെ ഉണ്ട് എന്നും അപർണ ഇങ്ങനെ പ്രഭാവതിയോട് ചോദിച്ചു. പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല.
ആ, പ്രഭ കരുതുന്നത് പോലെ അതൊരു അഗതി മന്ദിരമൊന്നുമല്ല, ഓൾഡ് ഏജ് ഹോമാണ്. അവിടെ കഴിയുന്നവരൊക്കെ സമൂഹത്തിൽ നല്ല നിലയും വിലയും ഒക്കെ ഉള്ളവരുടെ മാതാപിതാക്കളാണ്. സമയാസമയത്ത് ഭക്ഷണം മരുന്നും കിട്ടും, മിണ്ടാനും പറയാൻ സമപ്രായക്കാരുണ്ട്. പിന്നെ വയസ്സാം കാലത്ത് ഇതിൽ കൂടുതലൊക്കെ എന്ത് വേണം എന്നൊക്കെ തമ്പി പ്രഭാവതിയോട് ചോദിക്കുക. പ്രഭാവതി ഒന്നും മിണ്ടുന്നില്ല. അപ്പം അങ്ങനെ മിണ്ടാതിരിക്കുന്ന പ്രഭാവതിയോട് അവർക്കതൊന്നും പോരല്ലോ അച്ഛാ, കുടുംബം കലക്കി അവർക്ക് രസിക്കണ്ടേ, വിഷജന്തുവിനെ കൂട്ടിലിട്ട് വേണം വളർത്താൻ, അത്രയും ഞാൻ ചെയ്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപർണ ഭയങ്കര ന്യായങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇങ്ങനെയാണെങ്കിൽ നാളെ നീ എന്നോടും ഇത് തന്നെ ചെയ്യില്ലേ എന്ന് ചോദിച്ചു പ്രഭാവതി. എന്നെ നിർബന്ധിച്ച് നീ കൂട്ടിക്കൊണ്ട് പോയത് അത് ഓർമ്മപ്പെടുത്തി തരാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ ഈ പ്രഭാവതി പറയുമ്പം അമ്മയ്ക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അതിനകത്തിപ്പം ഞാനെന്ത് പറയാനാ എന്ന അപർണയുടെ ഒരു ചോദ്യം കൂടി. അപ്പോൾ ഒന്നുമില്ലാത്തവരുടെ ഗതി ഇതൊക്കെ തന്നെയാണ് പ്രഭാവതി. മക്കളും മരുമക്കളും പറയുന്നത് എന്തോ അതനുസരിച്ച് അങ്ങ് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് പലരും അമ്മമാരെ കൊണ്ടുപോയി നടതള്ളാതിരിക്കുന്നത് എന്തുകൊണ്ടാ? അവരെ കൊണ്ട് വീട്ടിലൊരു സഹായം ഉണ്ടാകുമെന്ന് കരുതി മാത്രമാണ്. കുട്ടികളെ നോക്കാനും അടുക്കള പണി എടുക്കാനും ശമ്പളം അത് കൊടുക്കാതെ ഒരാളുണ്ടാവുമല്ലോ, അതുകൊണ്ട് മാത്രമാണെന്നൊക്കെ തമ്പി. അല്ലടി മോളെ? അതെന്നേ, അത് ഈ വഴിക്ക് നടന്നു പോകുമെന്ന് അവരങ്ങ് കരുതും. അതാണ് സംഭവം. ഇനിയുള്ള കാലം മക്കളെയും മരുമക്കളെയും മുഷിപ്പിക്കാതെ മെയ് അനങ്ങി പണിയെടുക്കണം, അതാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയോട് നൈസായിട്ട് ഒരു കാര്യം അവതരിപ്പിക്കാം. പിന്നെ ഭർത്താവ് കാര്യമായിട്ട് സമ്പാദിച്ചു കൊടുത്തിട്ടാണോ പോയതെങ്കിൽ ആരുടെയും ആട്ടും തുപ്പും കൊള്ളാതെ അന്തസ്സായിട്ട് ജീവിക്കാം. പ്രഭയുടെ കാര്യത്തിൽ ഇപ്പോൾ അതും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ആകെയുള്ളത് ഞാൻ ഈ പറഞ്ഞ വഴി മാത്രമേ ഉള്ളൂ, അതിന് വേറൊരു വഴിയും ഇല്ല എന്നും പറഞ്ഞിങ്ങനെ നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ച് അപ്പനും മോളും കൂടി ഇങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ ഞാനങ്ങോട്ടെന്നാ ഇറങ്ങുക മോളെ എന്നും പറഞ്ഞ് അച്ഛൻ യാത്ര പറയുന്നു. ചിരിച്ച് കാണിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. യാത്രയൊക്കെ മോള് പിന്നാലെയും പോയി. പ്രഭാവതി അവിടെ നിന്ന് ഇങ്ങനെ ആലോചന തുടങ്ങി. അപ്പോൾ പ്രഭ നന്നായിട്ടൊന്ന് ഭയന്നിട്ടുണ്ടല്ലോ മോളെ. അടുത്ത ഊഴം അവൾക്കാണെന്ന് ഭംഗിയായിട്ട് നീ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തല്ലോ. അപ്പോൾ കിഴവി തള്ളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചപ്പോൾ അവരെ കൂടെ കൂട്ടണമെന്ന് കരുതിയതേ മക്കൾ എൻ്റെ നേർക്ക് വാളെടുക്കരുതെന്ന് കരുതിയിട്ടാ. ഇപ്പം അവരുടെ അവസ്ഥയും അത് തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായില്ലേ. ആരുടെ മുന്നിലും ഭിക്ഷയ്ക്ക് കൈ നീട്ടില്ലെന്ന് പറഞ്ഞതല്ലേ, ഒരു ഭയം മനസ്സിലിരിക്കട്ടെ. അപ്പം അത് പോരടി മോളെ, പ്രഭയെ മുറിയിലെത്തി സുഖിപ്പിക്കാനല്ല നീ നോക്കേണ്ടത്, മനസ്സിലായോ? നമ്മുടെ വഴിക്ക് പ്രഭ വരില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് വിട്ടുപിടിക്കാനുള്ള നേരമായിടി മോളെ. അച്ഛൻ എന്താ ഈ പറഞ്ഞു വരുന്നേ? എടി, നിനക്ക് കൊടുക്കാൻ കഴിയുന്ന 8ൻ്റെ പണി നീ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവൾ നന്നായിട്ട് വേദനിക്കണം. അഭിയും ജാനകിയും ഇപ്പോൾ വേറൊരു ലോകത്താ. ഇതാണ് ഏറ്റവും നല്ല അവസരം എന്ന് പറയുമ്പം അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറ. വീട്ടുപണി എടുപ്പിക്കുന്ന കാര്യമാണോന്ന് ചോദിക്കുമ്പം അതല്ലേ ഞാൻ പ്രഭയുടെ മുന്നിൽ വെച്ച് നിന്നോട് പറഞ്ഞു വെച്ചത്. നിനക്കത് മനസ്സിലായില്ലെങ്കിലും പ്രഭയ്ക്കത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഈ വീട്ടിലെ മുഴുവൻ പണികളും അവളുടെ തലയിൽ കെട്ടിവെച്ച് കൊടുത്തു വേണം പ്രതികാരം വീട്ടാൻ. ഭാര്യയുടെ അവസ്ഥ കണ്ട് സൂര്യനാരായണൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടരുതെന്ന് പറയുമ്പോൾ അത് വേണമെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ ഭർത്താവിനോട് കരുണ കാണിക്കാത്ത സ്ത്രീയാ. അവർ ചില്ലറക്കാരിയൊന്നും അല്ല അച്ഛാ. പതുങ്ങിക്കിടക്കുന്ന പാമ്പിനാണ് വിഷം കൂടുതൽ, അത് നിനക്കറിയാമല്ലോ. അതൊക്കെ എനിക്കറിയാം. അവരുടെ ഒരു വാക്കു മതിയായിരുന്നു ഈ വീട് സ്വന്തം പേരിൽ എഴുതി കിട്ടാനായിട്ട്. അഭിയെ വളർത്തിയതിൻ്റെ കണക്ക് പറഞ്ഞ് പ്രതിഫലം ചോദിച്ചാൽ അഭിക്കത് എഴുതി കൊടുത്തേ പറ്റുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ അപർണ അച്ഛനോട് പറയുക. ആത്മാഭിമാനം അതിനെ അനുവദിക്കുന്നില്ലത്രേ. അവരെ ഞാൻ അനുവദിപ്പിക്കാം. എടുത്താൽ പൊങ്ങാത്ത ആത്മാഭിമാനവും കൊണ്ട് അവർ കിച്ചണിലോട്ട് കയറട്ടെ. അപർണയുടെ വാക്ക് അവഗണിച്ചതിനുള്ള ശിക്ഷ അവർ അനുഭവിക്കണമെന്നും പറഞ്ഞ് അപർണയും തമ്പിയും കൂടെ പ്ലാൻ ഇടുവാണ്. ഈ തറവാട്ടിൽ ഒരാൾ പോലും ഇവിടെ സമാധാനമായിട്ട് ജീവിക്കരുത്, നീ ജീവിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ മകൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞാൽ മഞ്ജു അടുക്കളയിൽ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും അപർണ അങ്ങോട്ടേക്ക് ചെന്നുട്ടോ വലിയ ചിരിയൊക്കെ ചിരിച്ച് എന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പപ്പടത്തിൽ നിന്ന് ഒരെണ്ണം എടുത്ത് ഭയങ്കര നൈസായിട്ടൊക്കെ എടുത്ത് കഴിക്കുകയും ഒക്കെ ചെയ്യുവാണ്. മഞ്ജു അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം മഞ്ജു അതെ, അവരെ കാണുന്നില്ലല്ലോ, വീട്ടിൽ പോയിട്ട് അവരെന്താ തിരിച്ചു വന്നില്ലേ? നിരഞ്ജനയുടെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. അത് വീട്ടിൽ പോയതല്ലേ, ഇനി എന്തായാലും വൈകുന്നേരം നോക്കിയാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മഞ്ജു പറഞ്ഞു. പിന്നെ അതെ, മുത്തശ്ശിയെ പറ്റി ചിലതൊക്കെ കേട്ടല്ലോ എന്ന് മഞ്ജു പറയുമ്പം എന്താ നിർത്തിക്കളഞ്ഞത് ചോദിക്കാൻ പറഞ്ഞു അപർണ. അല്ല, പ്രഭാവതി അമ്മയ്ക്ക് ജ്യൂസ് കൊടുക്കാൻ പോയപ്പോൾ ഞാൻ കേട്ടതാ എവിടെയോ നിർത്തിയിട്ട് പോകുന്നതെന്നൊക്കെ. അപ്പം എവിടെയൊന്നും അല്ല നിർത്തിയിട്ട് പോകുന്നത്, അവരെ നല്ലൊരു ഓൾഡ് ഏജ് ഹോമിൽ നിർത്തിയിട്ടാണ് പോകുന്നതെന്ന് അപർണ പറഞ്ഞു. മഞ്ജു ഇങ്ങനെ തലയ്ക്ക് കൈ വെച്ച് ഇങ്ങനെ നിൽക്കുക. ഇവിടെ അവരെ നോക്കാൻ ആരാ ഉള്ളത്? മഞ്ജുവിന് ഇവിടെ നടു നിവർത്താൻ സമയമുണ്ടോ?
ജാനകിയാണെങ്കിൽ അമ്മയെ കണ്ടെത്താൻ അന്വേഷിച്ചു പോയിരിക്കുകയല്ലേ. നിരഞ്ജന 2 വീട്ടിലും മാറി മാറി നിൽക്കുന്നു. ഇന്ന് തന്നെ മഞ്ജു കണ്ടതല്ലേ. രാവിലെ മുത്തശ്ശിക്ക് സമയത്ത് ഇൻസുലിൻ കൊടുത്തിരുന്നെങ്കിലേ ഇത് വല്ലതും സംഭവിക്കുമായിരുന്നോ? അല്ല, മഞ്ജുവിനെ ഞാൻ കുറ്റം പറഞ്ഞൊന്നുമല്ല. ഉത്തരവാദിത്തപ്പെട്ടവർ വേറെയും ഇല്ലേ? ആർക്കും അതിനൊന്നും സമയമില്ല എന്നതാണ് സത്യമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുക ആശാത്തി. അവിടെയാകുമ്പോൾ മുത്തശ്ശിക്ക് പരമസുഖമാന്നേ. അമേരിക്കയിലും ലണ്ടനിലും ഒക്കെയുള്ള മക്കളുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഡോക്ടർമാരുടെ നേഴ്സുമാരുടെ ഒക്കെ കെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വയസ്സാം കാലത്ത് ഇതിൽ കൂടുതൽ എന്ത് സൗകര്യമാണ് വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പം അല്ല മുത്തശ്ശി എതിരൊന്നും പറഞ്ഞില്ലെന്ന് ചോദിച്ചു മഞ്ജു. അപ്പോൾ എന്തിനെതിര് പറയണം? അവർക്ക് സ്വർഗം കിട്ടിയതുപോലെ അവര്. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതേ മഞ്ജുവിനോട് വേറൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താ പറഞ്ഞേ? എൻ്റെ അമ്മ സ്റ്റെയറിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാലൊന്ന് ഉളുക്കി. കുറച്ച് ദിവസം ആ കാലും വെച്ചുകൊണ്ട് അമ്മയ്ക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ എനിക്ക് അവിടെ ചെന്ന് നിൽക്കാനും പറ്റത്തില്ല. അമലാണെങ്കിൽ ഭാര്യയുടെ വീട്ടിൽ ചെന്ന് താമസിക്കുന്നതെന്നൊക്കെ വലിയ അപമാനമായിട്ട് കാണുന്ന ഒരാളാണ്. 4-5 ദിവസം ഞാൻ എങ്ങനെ അവിടെ ചെന്ന് നിൽക്കാനാ? അപ്പോൾ വസുന്ധരാമയുടെ കാര്യം കഷ്ടത്തിലായല്ലോ. അത് പിന്നെ 4-5 ദിവസത്തേക്ക് മഞ്ജുവിന് ഒന്ന് അങ്ങോട്ടേക്ക് അയക്കാമോ എന്ന് അമ്മ എന്നോട് വിളിച്ച് ചോദിച്ചു എന്ന് പറയുമ്പോൾ അയ്യോ ഇവിടുത്തെ പണി കളഞ്ഞിട്ട് ഞാനെങ്ങനെ അവിടെ പോയി നിൽക്കാനാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാപത്ത് സമയത്ത് അമ്മയെ സഹായിക്കാൻ എനിക്ക് കഴിയാത്തത് കൊണ്ടല്ലേ മഞ്ജുവിനോട് ഞാൻ സഹായം ചോദിച്ചത്. അപ്പോൾ മഞ്ജു ഇങ്ങനെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. ഞാൻ അമലിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമലിനോട് പറഞ്ഞതേ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റുമെങ്കിൽ മഞ്ജുവിനെ അങ്ങോട്ടേക്ക് അയക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് അപർണ നൈസായിട്ട് കാര്യം അവതരിപ്പിക്കുക. മഞ്ജു ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. 4-5 ദിവസത്തേക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാമെന്നൊക്കെ അപർണ ഇങ്ങനെ പറഞ്ഞു. മഞ്ജു അങ്ങോട്ടൊന്ന് പോയേ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നിർബന്ധം പറയുവാണ്. 4-5 ദിവസത്തേക്ക് മാത്രമായിട്ട് ആരെ കിട്ടാനാ? ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് മഞ്ജു ചോദിച്ചു. മഞ്ജുവിന് ഇവിടെ വെച്ചത് അമലല്ലേ. പിന്നെ അമലൊരു സഹായം ചോദിച്ചിട്ട് പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ അതും ഞങ്ങളുടെ വീട് തന്നെയാണ്. മഞ്ജുവിന് അധികം ശമ്പളം കിട്ടുകയും ചെയ്യുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപർണ ഇങ്ങനെ വറചട്ടിയിലിട്ടിട്ടുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് എഴുന്നേൽക്കാറായ അടുക്കളപ്പണിക്ക് ആരെയും അമ്മ വെക്കില്ല. അപ്പം മഞ്ജു ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. മഞ്ജു ആകെ ധർമ്മസങ്കടത്തിലായി. എന്നാൽ ഭക്ഷണം കഴിച്ച് പോകാൻ റെഡിയാവേ, ഡ്രസ്സൊക്കെ എടുത്തോ, ഞാൻ അച്ഛനെ വിളിച്ച് വണ്ടി അയക്കാൻ പറയാവേ എന്ന് പറഞ്ഞു അപർണ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. അപർണ ഫോണും എടുത്ത് അങ്ങോട്ടേക്ക് പോയപ്പോൾ മഞ്ജു ഇങ്ങനെ ആകെ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ നീ ഒരു കാര്യം ജോർഡനെ തന്നെ അവരിങ്ങോട്ട് പറഞ്ഞു വിട്ടേക്ക്, എന്നിട്ട് പെട്ടെന്ന് തന്നെ പ്രഭാവത്തെ തള്ളി കയറ്റാൻ പറഞ്ഞു. അങ്ങനെ അവരതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഉണ്ണിത്താൻ വരുന്നു. ഉണ്ണിത്താനെ കണ്ടപ്പോൾ അടുത്ത വെടി ഉണ്ണിത്താൻ്റെ നെഞ്ചത്ത് തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞ് തമ്പി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്താ തമ്പി താനെന്തിനാ എന്നെ കാണുമെന്ന് പറഞ്ഞു, എന്ത് വിഷയം തമ്പിക്ക് പറയാനുള്ളത് ചോദിക്കുമ്പം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് നേരിൽ കണ്ട് തന്നെ വേണം, അതുകൊണ്ടാണ് വരാൻ പറഞ്ഞത്. പിന്നെ അതേ ചൊല്ലി നീരസവും പരിഭവവും കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ പറയാനുള്ളത് തമ്പി? അളകാപുരിയിലെ കാര്യങ്ങളാണെങ്കിൽ പശുവും ചത്തുവും മോരിലെ പുളിയും പോയി എന്ന് പറഞ്ഞതുപോലെ ആയില്ലേ എന്ന് ചോദിച്ചു. സൂര്യനാരായണൻ കള ഒഴിഞ്ഞെന്ന് വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്ന ലക്ഷണമൊന്നും അല്ല എൻ്റെ തമ്പി കാണുന്നേ. എനിക്കും നിങ്ങൾക്കും ആകെയുള്ള സന്തതികളെയാണ് അങ്ങോട്ടേക്ക് കെട്ടിച്ചയച്ചത്. അത് നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ തീരുമാനം തെറ്റായി പോയി എന്ന് പിന്നീട് നമ്മൾ 2 പേരും മനസ്സിലാക്കുകയും ചെയ്തു. അപ്പം കല്യാണത്തിന് മുൻപേ അതേപ്പറ്റി ഞാൻ ബോധവാനായിരുന്നുവെന്നും തമ്പിക്ക് അറിയാമല്ലോ. മോളുടെ ആഗ്രഹത്തിന് പാതി മനസ്സോടെ ഞാൻ വഴങ്ങിക്കൊടുത്തതാണെന്നുള്ള കാര്യം. ഒരു കഴിവുമില്ലാത്തവനാണെന്ന് അറിഞ്ഞ് തന്നെയാണ് അമലുമായിട്ടുള്ള മാനം പോകാതിരിക്കാൻ വേണ്ടി ഞാനും അതിന് കയറി സമ്മതം മൂളിയത്. അവൻ ഇപ്പോഴും അബിയുടെ വാല് തൂങ്ങി നടക്കുമല്ലേ എന്ന് ചോദിച്ചു. പിന്നെ മറ്റു സ്വഭാവ ദൂഷ്യങ്ങളൊന്നും ഇല്ല എന്നൊരാശ്വാസം മാത്രമേ അമലിൻ്റെ കാര്യത്തിൽ എനിക്കുള്ളൂ എന്നിങ്ങനെ തമ്പി. പക്ഷേ നിങ്ങളുടെ മരുമകനെ പറ്റി കേൾക്കുന്ന കഥകളൊന്നും അത്ര സുഖമുള്ളതല്ലല്ലോ വക്കീലേ. അപ്പോൾ ഉണ്ണിത്താൻ ഇങ്ങനെ നോക്കുക, അതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ അജയെപ്പറ്റി എന്ത് കഥകളാണ് തമ്പി മാത്രമായിട്ട് കേട്ടതെന്ന് ചോദിക്കുമ്പോൾ കണ്ട വക്കീലിൻ്റെ സ്വരം മാറിയല്ലോ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് തന്നെയാണ് സംസാരം നേരിൽ കണ്ട് തന്നെ മതിയെന്ന് പറഞ്ഞത്. അപ്പോൾ മനസ്സിലായോ എന്ന് ചോദിച്ചു. ഞാൻ മാത്രം കേട്ട കഥകളൊന്നുമല്ല. അബിക്കും ജാനകിക്കും അമൃതയ്ക്കും ശരണിനും ഒക്കെ ഇതിനെപ്പറ്റി അറിയാവുന്ന കഥയാണ്. അപ്പോൾ അറിയാതെ പോയത് നിങ്ങളും നിങ്ങളുടെ മോളും മാത്രമാണെന്ന് പറയുമ്പോൾ തമ്പിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാൻ പറഞ്ഞു. ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു പെണ്ണുമായിട്ട് അജയ്ക്ക് ചുറ്റിക്കളി ഉണ്ടെന്നാണ് അളകാപുരിയിലെ ഒരു സംസാരം എന്ന് തമ്പി അങ്ങ് പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ണിത്താൻ്റെ സമാധാനം പോയി. നിരഞ്ജനയുടെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടാണ് അവളോട് ഈ കാര്യം പറയാൻ പലരും മടിക്കുന്നത്.
അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതാരാണെന്ന് കൂടി തമ്പി പറയാൻ പറഞ്ഞു. അപ്പം അതേപ്പറ്റി അവിടെ ആർക്കും അങ്ങനെ വലിയ വിവരമൊന്നുമില്ല. മാത്രമല്ല അജയ് പഠിച്ചതൊക്കെ ബാംഗ്ലൂരായിരുന്നല്ലോ. അതോ എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ പറയാൻ മടിക്കുന്നതാണോ എന്ന് ചോദിച്ചപ്പോൾ അയ്യോ ഒരിക്കലുമല്ല, ഞാനും ഒരു പെണ്ണിൻ്റെ തന്തയാ. ആ ചിന്ത ഉള്ളത് കൊണ്ടാണ് ഞാനിത് കേട്ടപ്പോൾ തന്നെ നിങ്ങളോട് ഇത് വന്ന് പറഞ്ഞത്. മനസ്സിലായോ മനസ്സിലായോ ഉണ്ണിത്താനെന്ന് തമ്പി ചോദിച്ചപ്പോൾ തമ്പിയുടെ വാക്ക് ശരിയാണെന്ന് ഓർത്ത് ഉണ്ണിത്താൻ ഇങ്ങനെ വക്കീലിനെ അറിയാലോ, അടിക്കടിക്കുള്ള അവൻ്റെ ബാംഗ്ലൂർ യാത്രകളെ പറ്റിയൊക്കെ ബിസിനസ്സിൻ്റെ കാര്യവും പറഞ്ഞാണ് മരുമകൻ പോകുന്നതെന്ന് വിശ്വസിച്ചിരിക്കുക നിങ്ങൾ. എന്ത് ബാംഗ്ലൂര്, എന്ത് ബിസിനസ്സാണ് അവൻ അവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വല്ല നിങ്ങൾക്ക് അറിയാവോ? എന്തിന്? അവൻ്റെ ഭാര്യയായ നിങ്ങളുടെ മകൾക്കറിയാവോ അവനോട് എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നതെന്ന്? എന്തിനു വേണ്ടി അവൻ ഏത് നേരം അങ്ങോട്ട് പോകുന്നത്? ഏതായാലും അന്ന് അവൻ്റെ ഭാഗ്യം കൊണ്ടാണ് തലനാരിഴയ്ക്ക് പണ്ട് അവൻ ഒഴിഞ്ഞു മാറിയത്. സ്വന്തം മകളുടെ സ്വത്തും പണവും അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന സ്ത്രീധനം മാത്രം ആഗ്രഹിച്ച് കെട്ടാൻ വന്ന അവൻ ഒന്നാമത്തെ ഫ്രോഡല്ലാതെ പിന്നെ എന്താണെന്നൊക്കെ തമ്പി ഇങ്ങനെ ഉണ്ണിത്താനോട് ചോദിക്കുക. അവനെ സൂക്ഷിക്കണം, അവനെ നിരീക്ഷിക്കണം, അവന് അങ്ങനെ വിട്ടാൽ പറ്റില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ്റെ മനസ്സിനെ ചൂട് പിടിപ്പിച്ച് ഇവൻ പറഞ്ഞു വിട്ടിട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ ജാനകി വീട്ടിലേക്ക് വന്നു. മോളെ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പോൾ മോളെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തത് കൊണ്ട് പൊന്നുവിന് സങ്കടം വന്നു എന്ന് പറഞ്ഞു. അതിന് ഞാനും നിൻ്റെ അച്ഛനും മാത്രമല്ലേ പുറത്ത് പോയിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് ചോദിച്ചു അന്നേരം ജാനകി. നിരഞ്ജന ചെറിയമ്മ അവളുടെ വീട്ടിൽ പോയെങ്കിലും പൊന്നു മാത്രമാവുന്നത് എങ്ങനെയാണെന്നൊക്കെ അന്നേരം ചോദിക്കുവാണേ. അച്ഛനെയും അമ്മയെയും കണ്ടില്ലെന്ന് വെച്ച് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ സത്യവാ പൊന്നു പറഞ്ഞത്. കുറേ നേരമേ പൊന്നു ഒറ്റയ്ക്കായിരുന്നോ, ഇവിടെ ഞാനും മഞ്ജു ആൻറ്റിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മറ്റുള്ളവരൊക്കെ എവിടെ പോയതായിരുന്നു? മരുന്ന് കുത്തി വെക്കാതെ മുത്തശ്ശിക്ക് വയ്യാതായപ്പോൾ ആശുപത്രി കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ മരുന്നില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ മരുന്ന് അതിലില്ലായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. ആ സമയം ആർക്ക് തെറ്റിയാലും മുത്തശ്ശിക്ക് തെറ്റുന്നതല്ലല്ലോ, മരുന്നുണ്ടാകാതിരിക്കാൻ യാതൊരു വഴിയില്ലല്ലോ. അപ്പോഴേക്കും പൊന്നു ആലോചിക്കുക അപർണ പറഞ്ഞത്. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് മുത്തശ്ശി തിരികെ കൊണ്ടുവന്നു എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ കിടത്തി അമ്മയെന്ന് പറഞ്ഞു. അവിടെ കിടത്തിയെന്നോ? മോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. മുത്തശ്ശിയെ തനിച്ച് ഹോസ്പിറ്റലിലാക്കിയിട്ട് അപർണ ചെറിയമ്മയും അച്ഛമ്മയും കൂടി ഇങ്ങ് വന്നു എന്ന് പറഞ്ഞു കൊച്ച്. അവർ വന്നെന്നോ? നീ എന്തൊക്കെയാണ് പൊന്നു പറയുന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോളിരിക്കെ, അമ്മ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു ജാനകി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നിരഞ്ജന കയറി വരുന്നു. അപ്പം നിരഞ്ജന കയറി വന്നപ്പം ജാനകി മുത്തശ്ശി ഇൻസുലിൻ കുത്തി വെക്കാതെ തല ചുറ്റി വീണെന്നും അതുപോലെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അപർണ മുതലാളി അങ്ങോട്ടേക്ക് വരുന്നിടത്ത് ഇന്നത്തെ കഥയ്ക്ക് അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി.